ഈ വീടിനകത്ത് ശിവാനിയുടെ രൂപത്തിലൊരു പെണ്ണ് തൃശൂലിന്റെ റൂമിലേക്ക് പോയിരുന്നു. നിങ്ങളുടെ പൂജ കാരണം യഥാർത്ഥ രൂപത്തിലേക്ക് അവള് മാറുമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇനി ആ മായാങ്കനെയാണോ ശിവാനിയുടെ രൂപത്തിൽ ഇവിടെ വന്നതെന്നാണ്? അങ്ങനെയാണെങ്കിൽ ശിവാനി തന്നെയാണ് നാഗരാണി. എങ്കിൽ ഇവിടെയുള്ളതാരാണ്? അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരുപക്ഷെ ശിവാനി മറ്റെവിടെയോ ഇരുന്നുകൊണ്ട് അവളൊരു നാടകം കളിക്കുകയാണെന്ന സംശയങ്ങൾ മാത്രം ബാക്കി. അന്നിവിടെ ഉണ്ടായതെന്താണെന്നറിയില്ല. ആ സമയത്ത് മായാങ്കൻ എവിടെയായിരുന്നു? മായാങ്കന അവൾ അവളുടെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് വല്ലാതെ വിചിത്രമായിരിക്കുന്നല്ലോ. നമ്മൾ അറിയാതെ തന്നെ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. സൂക്ഷിച്ചിരുന്നോളൂ ദിഗ്വിജയ. നാഗമാണിക്യത്തിന് വേണ്ടി വേറെയും ഏതൊക്കെയോ ശക്തികൾ നമ്മുടെ പുറകെ കറങ്ങി നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം. ഏത് നിമിഷവും എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെല്ലാവരും എന്തിനും സന്നദ്ധരായിരിക്കണം. ഇനി നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ദൂരം വളരെ കുറവാണ്. തൃശൂൽ, എനിക്കെന്തോ ഈ വീട്ടിൽ നിൽക്കാനേ തോന്നുന്നില്ല. എനിക്ക് ഇവിടുന്ന് ശരിക്കും എങ്ങോട്ടെങ്കിലും പോകാനാ തോന്നുന്നത്. ജീവിതകാലം മുഴുവനും ഒന്നല്ലെങ്കിൽ മറ്റൊരു വേദന, ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം. എന്റെ ജീവിതം മുഴുവൻ ഓരോ പ്രശ്നങ്ങളാ. ഒരിത്തിരിയെങ്കിലും സമാധാനം കിട്ടുമെന്ന് കരുതി ഞാൻ ഈ വീട്ടിലേക്ക് വന്നു. എന്നാൽ ഈ വീട്ടിലും എന്റെ മേല് സംശയം, ദേഷ്യം എല്ലാം ഉണ്ട്. എനിക്ക് ഈ വേദനകളും പ്രശ്നങ്ങളും ഒക്കെ വരുന്നത് പ്രശ്നമല്ല തൃശൂർ. പക്ഷേ ഞാൻ കാരണം നിനക്ക് ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നോക്കി നിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മറ്റെവിടേക്കെങ്കിലും പോകാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് തൃശൂർ. നിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല, എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ പിന്നെ പോകാനുള്ള തീരുമാനം എന്തിനെടുത്ത്? അത് തൃശൂർ, എന്റെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് തീരുന്നതല്ല. ഒരുപാട് പ്രശ്നങ്ങൾ എന്നെ പിന്തുടരുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോ ഏത് സമയത്തും ഏതൊരു പ്രശ്നവും എന്റെ തലയ്ക്ക് മീതെ വരാമല്ലോ. ഇതൊക്കെ എന്റെ ചുറ്റുമുള്ളവരെയും ബാധിച്ചേക്കാം. ഈ സമയത്ത് പോലെ മായ, നീയാ ശരിയായിട്ടുള്ളത്. നീ കാരണം ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. മറ്റെന്തോ കാരണം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് അങ്ങനെ ഒരു വാക്ക് പറയൂന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാനുള്ള ധൈര്യം കിട്ടിയേനെ. എന്നാൽ അത്തരത്തിലൊരു വാക്കും നീ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. നീ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നിട്ട് എന്താണ് കാര്യം തൃശൂർ? അതുകൊണ്ട് ഞാൻ ഈ വീട് വിട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നോക്കമായ, ആരെ സംശയിക്കണം, ആരെ വിശ്വസിക്കണം, അതൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്ന വ്യക്തി കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപേ തന്നെ മറ്റൊരു സ്വഭാവത്തിലും രൂപത്തിലാവുന്ന അവസ്ഥ. എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല എനിക്ക്. നീ എവിടുന്ന് പെട്ടെന്ന് കയറി വന്നത് എവിടേക്ക്? അപ്പൊ നിന്റെ കാര്യത്തിൽ എനിക്ക് സംശയം തോന്നുന്നില്ല. എന്താ തെറ്റുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ അവസ്ഥ അങ്ങനെയാണ് മായ. തൃശൂൽ, ശിവാനി എവിടെ? അവള് പുറത്തു പോയിരിക്കുക. നീ മറ്റൊന്നും വിചാരിക്കില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്റെ ഒപ്പം ഒന്ന് പുറത്തു വരുമോ? നിനക്ക് എന്ത് പറയാനാണെങ്കിലും ഇവിടെ വെച്ച് പറ. ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് നീ എന്നെ വിശ്വസിക്കണമെന്നില്ല. എന്റെ മേലുള്ള സംശയം ഒരിക്കലും മാറില്ല. നിനക്ക് എന്നോടുള്ള ഈ സംശയം മാറ്റാന്നുള്ളത് എന്റെ ആവശ്യമാ, എന്റെ കടമയാ. നീ എന്നെ വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ ചെയ്തോ, അത് ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കാം. നീ എന്തായി പറയുന്നത്? എന്നെ പിടിച്ചോണ്ട് പോയവര് എന്നെ എവിടെയാ താമസിപ്പിച്ചെന്നും
ആ സ്ഥലം എവിടെയാണെന്ന് നിന്നെ കാണിച്ചു തരണമെന്നൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ തൃശൂർ? ആ അതറിയണമെങ്കിൽ നീ എന്റെ ഒപ്പം വരണം. നീ നേരിട്ട് കാണ്. അത് കണ്ടിട്ടും നിനക്ക് എന്നെ വിശ്വാസമാകുന്നില്ലെങ്കിൽ അതെന്റെ വിധിയാണെന്ന് ഓർത്തോളാം. അപ്പോ അവിടെ നീ മറന്നുപോയെന്ന് പറഞ്ഞിട്ട്? അന്വേഷിക്കുകയാണെങ്കിൽ കണ്ടെത്താൻ പറ്റും തൃശൂൽ. കൂടാതെ നിന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് തൃശൂൽ. അത് നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന കാര്യ. അല്ല, നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിവിടെ വെച്ച് തന്നെ പറഞ്ഞാ പോരെ? സത്യങ്ങളൊക്കെ അറിയാനും അത് മനസ്സിലാക്കാനും വേറെ വഴിയൊന്നുമില്ല. നീ എന്റെ കൂടെ വാ. ശിവാനി, എന്താ കൊച്ചച്ച, എന്തെങ്കിലും വേണമായിരുന്നോ? ആ വേണമായിരുന്നു. എന്റെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമായിരുന്നു. ഞാനത് നേരെ തന്നെ പറയാം. ഇന്നലെ രാത്രി നമ്മുടെ വീട്ടിലേക്ക് നിന്റെ രൂപത്തിൽ വന്നത് ആരാണ്? അതിനെപ്പറ്റി ഒരു ഡ്രാമ തന്നെ ഇവിടെ നടന്നു. അതല്ല ഓക്കെ. എന്നാലും തൃശൂലിന്റെ മുറിയിൽ ഉണ്ടാകേണ്ട നീ മറ്റൊരു മുറിയിൽ നിന്ന് വന്നെങ്ങനെയാ? എനിക്കും അറിയില്ല കൊച്ചച്ച. ഞാൻ രാത്രി തൃശ്ശൂരിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നേ. പക്ഷെ ഉണർന്നു നോക്കിയപ്പോ മറ്റൊരു മുറിയിലായിരുന്നു. ഈ കാര്യം നീ ഇന്നലെ അവിടെ വെച്ച് തന്നെ പറഞ്ഞിരുന്നു. എന്നാലും നിന്റെ അറിവോടുകൂടെ അല്ലാതെ നീ മറ്റൊരു മുറി ചെന്ന് കിടന്നു എന്ന് പറയുന്നത് എനിക്കെന്തോ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം പറ, തൃശൂലിന്റെ മുറിയിൽ നിന്നും മറ്റേ മുറിയിലേക്ക് പോയ ആളും നീ തന്നെയാണ്. പിന്നെ തൃശൂലിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നതും അതും നീ തന്നെയാ. എന്താ കൊച്ചച്ച ഇങ്ങനൊക്കെ ചോദിക്കുന്നേ? എന്നെ അത്രത്തോളം സംശയമാണോ നിങ്ങൾക്ക്? അത് നീ തന്നെയാടി. നിന്നെ പോലുള്ള ഇച്ഛാധാരി നാഗങ്ങൾക്ക് മാത്രമേ അങ്ങനെ സാധിക്കൂ. കൊച്ചച്ച, ആ പരമേശ്വരനാണ് സത്യം. ആ വന്നത് ഞാനല്ല. അത് ശരി. ശരി എന്നാ. നാഗങ്ങൾ എന്ത് സംഭവിച്ചാലും ശരി, ഒരിക്കലും കള്ളസത്യം ചെയ്യില്ല. അപ്പൊ പിന്നെ തൃശൂലിന്റെ മുറിയിൽ നിന്ന് ഓടിപ്പോയത് ആരായിരിക്കും? എന്നെ തട്ടിക്കൊണ്ടുപോയ സ്ഥലം എവിടെയാണെന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാ. ഏത് സ്ഥലം കാണിച്ചു കൊടുക്കുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവൻ ഈ കാര്യത്തിൽ നിന്ന് പിന്മാറണമെങ്കിൽ അവൻ അത് മറക്കുന്ന രീതിയിൽ മറ്റെന്തെങ്കിലും കാര്യം അവനോട് പറഞ്ഞാലേ എനിക്കിതെന്ന് രക്ഷപ്പെടാനാകൂ. അല്ല, നീ എന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നേ? നമ്മളിപ്പോ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ശരിയാണെന്ന് ഉറപ്പാണല്ലോ അല്ലേ? എന്റെ ശത്രുക്കളെ നീ നിന്റെ ശത്രുക്കളായി കണ്ടിട്ട് അത് അന്വേഷിക്കാൻ നീ വന്നല്ലോ. അത് നിന്റെ നല്ല മനസ്സാ, നിന്റെ നന്മ കൊണ്ടാ. അതുകൊണ്ട് നിന്റെ കൂടെ ഉള്ളവരെ പറ്റി ഒരു സത്യം എനിക്ക് പറയാനുണ്ട്. അതിനിയും മറച്ചു വെച്ചാൽ അത് തെറ്റായി പോകും. തൃശൂർ, ആ വലിയ രഹസ്യം ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുക. എന്ത് രഹസ്യം? എന്താന്ന് പറ. നീ അറിയാതെ നിന്റെ ഫീലിംഗ്സുമായിട്ട് കളിക്കുന്ന ആ ശിവാനിയെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ശിവാനിയെ പറ്റിയോ? നീ എന്തേ പറഞ്ഞു വരുന്നേ? നിനക്കൊരു കാര്യം അറിയാമോ തൃശൂർ? ശിവാനി ഒരു സാധാരണ സ്ത്രീയല്ല. അവൾ ഒരു ഇച്ഛാധാരി നാഗറാണിയാണ്. സത്യം, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട സത്യം. ഇനി അങ്ങോട്ട് എല്ലാവരും അറിയേണ്ട സത്യം ഇതാണ്. അത് നിനക്കങ്ങനെ അറിയാം? അത് ഞാൻ കാണാതാവുന്നതിന് മുൻപേ അവൾ ഒരു നാഗമായി മാറുന്നത് ഞാൻ കണ്ടതാ. തൃശൂർ, അവൾ സത്യമായിട്ട് ഒരു നാഗറാണിയാണ്. അവൾ നാഗലോകത്തുനിന്നും വന്നതാണ്. വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ലേ, അതിനെല്ലാം കാരണക്കാരി അവള് തന്നെയാ. നോക്ക്, നീ ഇപ്പൊ അറിഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉടനെ വീട്ടുകാരെ എല്ലാം അറിയിക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ നിന്റെ കാര്യം നോക്ക്. അല്ല തൃശൂർ, ഞാൻ ഇത്രയും വലിയൊരു രഹസ്യം നിന്നോട് പറഞ്ഞിട്ടും നിനക്കതിൽ ഒരു അത്ഭുതവും തോന്നുന്നില്ലേ? തോന്നിയിരുന്നു, പക്ഷെ ഇപ്പോഴല്ല. അവള് നാഗമാണെന്ന് ഞാൻ ആദ്യം അറിഞ്ഞപ്പോ തോന്നിയതാ. എന്നുവെച്ചാ അവള് നാഗറാണിയാണെന്ന് നീ പറയുന്നതിന് മുൻപേ തന്നെ എനിക്കറിയാം. തൃശൂർ, എന്തായി പറയുന്നത്?
അപ്പോ അവള് നാഗറാണിയാണെന്നുള്ള കാര്യം നിനക്ക് അറിയാമായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നീ ആരാണെന്നുള്ള സത്യവും നിനക്കറിയോ? എന്നുവെച്ചാ നീ എന്താ ഉദ്ദേശിച്ചേ? ഞാൻ ആരാന്ന് ചോദിച്ചാ എന്ത് പറയാനാ? ഞാൻ തൃശ്ശൂലല്ലേ, ശിവാനിയുടെ ഭർത്താവ്. ശിവാനി നാഗറാണിയാണെന്ന് അറിഞ്ഞതുപോലെ ഇവൻ ആദിശേഷനാണെന്നുള്ള സത്യം മനസ്സിലായെന്നാ കരുതിയത്. പക്ഷെ ഏതായാലും അവൻ അറിഞ്ഞിട്ടില്ല. എന്റെ ശിവാനി അവള് നാഗലോകത്തുനിന്ന് വന്നവളാ. ഈ തൃശ്ശൂലിനെ സ്നേഹിക്കാൻ വേണ്ടി വന്നവള്. അവള് ദേവകന്യകയാണ്. ഒരു ദേവതയായി വന്നെന്നെ പ്രണയിച്ചവൾ. പ്രണയത്തിന്റെ മറ്റൊരു പേരാണ് ശിവാനി. എന്റെ ശിവാനി. ഞങ്ങളുടെ പ്രണയത്തിന്റെ ഫലമാണ് അവളുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ്. എന്നാലിപ്പോ ഈ സത്യം പറഞ്ഞു കഴിയുമ്പോ അവനുണ്ടാകുന്ന നിരാശയിൽ അവന്റെ മനസ്സിൽ കയറിക്കൂടി ആ സമയം തന്നെ അവൻ ആദിശേഷനാണെന്നുള്ള സത്യം അവന് തന്നെ മനസ്സിലാക്കി കൊടുത്ത് ശിവാനിയെ ഇല്ലാതാക്കി നാഗമാണിക്യം കൊണ്ട് കടന്നു കളയാന്ന് കരുതിയപ്പോ അതെല്ലാം വെറുതെ ആയി പോയല്ലോ. അല്ല തൃശൂൽ, അവൾ ഈ ഭൂമിയിലേക്ക് വന്നത് നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമാണോ, അതോ അവക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യവും കൂടി കാണൂ? അവൾ ഈ ഭൂമിയിലേക്ക് വന്നത് എന്ത് കാര്യത്തിന് വേണമെങ്കിലും ആയിക്കോട്ടെ. 100,000 കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതൊന്നും എനിക്കറിയണ്ട. പക്ഷെ എന്റെ ശിവാനി അവൾ എന്റെ പ്രണയമാണ്, എന്റെ ഭാര്യയാണ്, എന്റെ കുഞ്ഞിന്റെ അമ്മയാണ്. അതിനേക്കാൾ മറ്റെന്താണ് എനിക്ക് വേണ്ടത്? ഞങ്ങളുടെ കാര്യത്തിൽ ഇത്രയ്ക്ക് അസൂയ തോന്നിയത് ആർക്കാണെന്ന് അറിയില്ല. ചിലപ്പോ ദൈവം തന്നെ കണ്ണുവെച്ചതായിരിക്കും. ഞാൻ എന്റെ ശിവാനിയെ നഷ്ടപ്പെടുത്തി, ഞങ്ങളുടെ പ്രണയം നഷ്ടപ്പെടുത്തി, ഞങ്ങളുടെ രണ്ടുപേരുടെയും കുഞ്ഞിനെ നഷ്ടപ്പെടുത്തി. ആ ദുഷ്ടന്മാരെല്ലാവരും ചേർന്ന് എന്റെ ശിവാനിയെ ചുട്ട് ചാമ്പലാക്കിയില്ലേ? ഞാൻ എന്റെ ശിവാനിയെ തന്നെ നഷ്ടപ്പെടുത്തി. എന്താ നീ പറയുന്നത് തൃശൂൽ? അവള് മരിച്ചു പോയെന്നോ? അല്ല, നഷ്ടപ്പെട്ടെന്ന് പറയുന്നു, അവളെ കൊന്നു കളഞ്ഞെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ വീട്ടിലുള്ളവൾ ആരാ? അവൾ ശിവാനിയല്ല, ശൈലു. ഇതാ നടന്ന. അവൾ നാഗമാണെന്ന് അറിഞ്ഞിട്ടും ഒരാളെയും അറിയിക്കാതെ, എന്തിനും വീട്ടിലുള്ളവരെ പോലും അറിയിക്കാതെ എന്നോട് മാത്രം നീ വന്ന് പറഞ്ഞില്ലേ? അത് നിന്റെ നല്ല മനസ്സുകൊണ്ടാ. ഒരുപാട് നന്ദിയുണ്ട്. അതുകൊണ്ട് വീട്ടിലിപ്പോൾ ഉള്ളത് ശിവാനിയല്ല, ശിവാനിയുടെ അതേ രൂപത്തിലുള്ള ശൈലുവാണെന്ന് നിനക്ക് മാത്രമേ ഇപ്പോൾ അറിയൂ. വീട്ടിലുള്ള ഒരാൾക്കും ഈ കാര്യം അറിയില്ല. പാവം ശൈലു ഇവിടെ വന്ന എല്ലാവരുടെയും മുമ്പിൽ നാടകം കളിക്കുക. ശിവാനിയും ശൈലും തമ്മിൽ ഒരു തരി പോലും വ്യത്യാസമില്ല. വീട്ടുകാരെയും ഞാൻ അത് പറഞ്ഞ് തന്നെ വിശ്വസിപ്പിച്ചേ. ദയവേത് ഈ കാര്യം നീ ആരോടും പറയരുത്. അല്ല, അപ്പോ ഈ നാടകങ്ങളൊക്കെ എന്തിനാ? ശിവാനിയെ കൊന്നത് ആരായാലും അവരെയൊക്കെ എനിക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എനിക്ക് അവളുടെ സഹായം വേണമായിരുന്നു. തൃശൂൽ, ശിവാനി നാഗറാണിയാണെന്ന് നിന്നോട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്, അല്ലാതെ മറ്റൊന്നിനും അല്ല. പിന്നെ എന്നെ തട്ടിക്കൊണ്ടുപോയ സ്ഥലമൊന്നും എനിക്ക് യാതൊരു ഓർമ്മയുമില്ല. നീ എന്നെ വിശ്വസിക്കണം. ശരി, നിനക്ക് ആര് കാരണം എന്ത് പ്രശ്നം ഉണ്ടായാലും പറഞ്ഞാൽ മതി. നിന്റെ കൂടെ ഞാനുണ്ടായിരിക്കും. അത് മാത്രമല്ല, തൽക്കാലം തന്നെ ഞാൻ വിശ്വസിക്കാം. നിന്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവണമെന്നാ എന്റെ ആഗ്രഹം തൃശൂൽ. അത് എത്രയും പെട്ടെന്ന് നടക്കും.
ഓ എന്തായത് മരുമോനെ കയ്യിലെ സാധനങ്ങൾ കണ്ടിട്ട് ഒരു ബേക്കറി മുഴുവൻ വാങ്ങിച്ചു പോലുണ്ടല്ലോ. ആ വേഗം ഇങ്ങോട്ട് കൊണ്ടുപോകാം. തരാം, നിങ്ങൾക്കല്ല. ഓ ഭാര്യയ്ക്ക് മാത്രമേ ഉള്ളൂ. അതെ, എന്റെ ഭാര്യയ്ക്ക്. ശിവാനി, ശിവാനി, ശിവാനി ഒന്ന് വന്നേ ഇങ്ങോട്ട്. ശിവാനി, പിടിക്ക് ശിവാനി. ഇതൊക്കെ നിനക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. എന്താടാ ഇത്? നിന്റെ ഭാര്യയെ മാത്രമേ നിനക്ക് കാണാൻ പറ്റുന്നുള്ളൂ, ഞങ്ങളെയൊന്നും നിനക്ക് കാണാനേ പറ്റുന്നില്ല. എന്റെ മുത്തശ്ശി, എന്റെ ഭാര്യയ്ക്ക് എന്തൊക്കെയാണോ കഴിക്കാൻ ആഗ്രഹമുള്ളത് അത് എവിടെയെങ്കിലും പോയിട്ട് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞത് നിങ്ങളൊക്കെ തന്നെയല്ലേ? നിങ്ങൾ തന്നെ ലിസ്റ്റും തന്നില്ലേ? അതെ മോനെ, നിന്റെ ഭാര്യ ആഹാരം കഴിക്കൽ വളരെ കുറവാ. പാവം, അമ്മയുടെയും കുഞ്ഞിന്റെ ആരോഗ്യം എന്താവോ എന്തോ. നോക്ക്, നമ്മൾ മാത്രമല്ലേ അവളെ നോക്കാനുള്ളൂ, അല്ലാതെ വേറെ ആര് നോക്കും? ആ പിന്നെ എനിക്ക് എന്താ തരാനുള്ളത്? മുത്തശ്ശി, സ്വീറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഷുഗർ ആണെന്ന് പറയും. പോട്ടെ, അമ്പലത്തിലെ പ്രസാദം തന്നല്ലോ, അത് വേണ്ട എന്ന് പറയാൻ പറ്റില്ല എന്നും പറഞ്ഞ് കുറച്ചധികം വാങ്ങിക്കഴിക്കും. എന്താ മുത്തശ്ശി നിങ്ങൾ ഇങ്ങനെ? പക്ഷേ എന്റെ ശിവാനി അങ്ങനെയല്ല. അവളുടെ വയറ്റിൽ കുഞ്ഞു വാവയുണ്ട്. അതുകൊണ്ട് അവളെ നന്നായിട്ട് നമ്മൾ നോക്കണ്ടേ? തൃശൂൽ, ഞാനതെല്ലാം പിന്നെ കഴിച്ചോളാം കേട്ടോ. ശിവാനി, നീ ഇതൊക്കെ പിന്നീട് കഴിക്കാന്ന് പറയും, പക്ഷെ കഴിക്കേയില്ല. തൃശൂൽ, നീ അവളോട് ഇതൊക്കെ കഴിക്കാൻ പറഞ്ഞേ. പറയുന്നെന്തിനാ, ഞാൻ തന്നെ കഴിപ്പിച്ചാ പോരെ. എന്താ? അയ്യടാ, എന്തൊരു സ്നേഹം! ഭാര്യയും ഭർത്താവുമായ ഇങ്ങനെ ആയിരിക്കണം. ഇവള് ഈ വീട് നശിപ്പിക്കാൻ വേണ്ടി വന്നവളാ. നാഗറാണിയുടെ വയറ്റിലുള്ളത് നമ്മുടെ വംശമല്ല, നമ്മുടെ വംശത്തെ നശിപ്പിക്കാൻ വന്നിരിക്കുന്ന സർപ്പമാണ്. അതറിയാതെ ഇവര് അവളെ ടേക്ക് കെയർ ചെയ്യുന്ന കാണുമ്പോ ആ ശിവാനി മരിച്ചുപോയെന്ന് അവൻ പറഞ്ഞിട്ടും അവളുടെ രൂപമുള്ള ഇവളെ ഇവൻ ഇത്രത്തോളം സ്നേഹിക്കുകയാണല്ലോ. ഛേ, ശിവാനി മാത്രമാണ് എന്റെ ജീവിതത്തിൽ ഒരു തടസ്സമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അവളുടെ രൂപമുള്ള ഇവളും എന്റെ ജീവിതത്തിൽ തടസ്സമാകുവാണല്ലോ. എന്താ ഇപ്പൊ ചെയ്യുക? എന്റെ പരമശത്രുവായ ശിവാനി ജീവനോടെയില്ല. പിന്നെ ശിവാനിയുടെ രൂപമുള്ള ഇവളുടെ വയറ്റിൽ എങ്ങനെ കുഞ്ഞുണ്ടാവുക? ആദിശേഷൻ ഏകപത്നി വ്രതം ചെയ്യുന്നവനാണ്. ആദിശേഷന്റെ മനുഷ്യരൂപമുള്ള തൃശൂലിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റൊരിക്കലും ഉണ്ടാവില്ല. ഗുരു പറഞ്ഞതുപോലെ അവളുടെ വയറ്റിലുള്ള നാഗമാണിക്യമെങ്ങാനും കുഞ്ഞിന്റെ രൂപം എടുത്തതായിരിക്കോ? അല്ല, അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല. ശിവാനിയെ കൊന്നുകളഞ്ഞതല്ലേ? അങ്ങനെയാണെങ്കിൽ നാഗമാണിക്യം അവളുടെ വയറ്റിലുണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെയുള്ളപ്പോ കുഞ്ഞെങ്ങനെ ഉണ്ടാവാനാ? ആ കുഞ്ഞ് അവർ രണ്ടുപേരുടെ പ്രണയം ഒന്നാക്കും. അവരിരുവരും ഒന്നാവാൻ ഇതൊരു കാരണമായേക്കാം. എന്റെ ഒരേ ഒരു ശത്രു ശിവാനി ഇന്ന് ജീവനോടെയില്ല. അവളുടെ രൂപത്തിലുള്ള ശൈലുവിന്റെ വയറ്റിൽ കുഞ്ഞുള്ളതുകൊണ്ട് തൃശൂലിന് ശൈലുവിനോട് പ്രണയം തോന്നിയേക്കാം. എന്നാൽ ആ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അവള് പ്രസവിച്ച ആ കുഞ്ഞിനോട് തൃശൂലിന് സ്നേഹമുണ്ടായി തുടങ്ങും, മമതയുണ്ടാവും. അത് അവളെയും അവനെയും ഒന്നാക്കാനുള്ള സാഹചര്യമായി മാറും. അത് പാടില്ല. ഇല്ല, ഇവരിരുവരും ഒന്നാവാൻ പാടില്ല. അപ്പോ ശിവാനിയുടെ രൂപത്തിലുള്ള ഈ ശൈലുവിനെ എങ്ങനെയും കൊല്ലണം. ഇവൾ മരിച്ചാൽ മാത്രമേ ആദിശേഷനുമായി അടുക്കാനും നാഗമാണിക്ക് സ്വന്തമാക്കാനും സാധിക്കൂ. ശരി ശരി, ഓക്കെ. ദിഗ്വിജയ, ഞങ്ങൾ പൂജയ്ക്ക് പോകുവാനുള്ള തീരുമാനം ഉറപ്പിച്ചു. അതെ ദിഗ്വിജയ, കുടജാദ്രി പർവ്വതനിരകൾക്ക് മുകളിലുള്ള നീലാഞ്ജനക്കുന്നിലേക്ക് പോകണം. ഇത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകുവാനുള്ള ഒരു തീരുമാനം എടുക്കാൻ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ടായിരിക്കുമല്ലോ? അതെ ദിഗ്വിജയ, പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്.
നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം സഞ്ചാരങ്ങളൊക്കെ ആവശ്യമാണ്.